നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായിരിക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അംഗം കുറിക്കുകയാണ്. ആകെ 98,451 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തായുള്ളത്. ഇന്ന് നടന്ന സൂക്ഷ്മ പരിശോധനയിൽ 2,261 പത്രികകൾ തള്ളി. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തള്ളിയത് 527 പത്രികകളാണ്. കോട്ടയത്ത് 401, എറണാകുളത്ത് 348 പത്രികകളും തള്ളി. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, സ്ഥാനാർത്ഥികളുടെ ചിത്രം എങ്ങനെയാണ് വിവിധയിടങ്ങളിൽ? വിഷ്ണു, സംസ്ഥാനവും തലസ്ഥാനവുമെല്ലാം തദ്ദേശ പോരിലേക്ക് കടക്കുകയാണ്. ഇന്ന് സൂക്ഷ്മ പരിശോധന നടന്നിരിക്കുന്നു. സൂക്ഷ്മ പരിശോധനയിലൂടെ വന്നതോടുകൂടി തന്നെ സംസ്ഥാനത്ത് 98,451 സ്ഥാനാർത്ഥികളാണ് മത്സരത്തിൽ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്. 2,261 പേരുടെ പത്രിക തള്ളുകയും ചെയ്തു. പുരുഷന്മാർ 51,722, സ്ത്രീകൾ 46,722 പേരുമാണ് മത്സരാർത്ഥികളായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അങ്ങനെ വലിയ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഈ 2,261 പേരുടെ പത്രിക തള്ളിയതിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പത്രിക തള്ളിയിരിക്കുന്നത്. 527 പേരുടെ പത്രികയാണ് തള്ളിയത്. അതോടൊപ്പം തന്നെ കോട്ടയത്തും എറണാകുളത്തും സമാനമായ രീതിയിൽ തന്നെയുണ്ട്. 401ഉം 348 പേരുടെ പത്രിക തള്ളുകയും ചെയ്തിട്ടുണ്ട്. ആകെ സമർപ്പിച്ചത് സംസ്ഥാന വ്യാപകമായിട്ട് ആകെ പത്രിക സമർപ്പിച്ചത് 1,64,427 പേരാണ് പത്രിക സമർപ്പിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് നിന്നാണ് 19,951 പേർ പത്രിക സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ രണ്ടാമത് തൃശ്ശൂർ ജില്ലയിലാണ് 17,168 പേരാണ് പത്രിക സമർപ്പിച്ചത്. മൂന്നാമത് എറണാകുളത്ത് 6,698 പേർ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പത്രിക സമർപ്പണത്തിൻ്റെ ഒരു കണക്കുകൾ എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് പത്രിക സമർപ്പിച്ചത് വയനാട് ജില്ലയിലാണ്. അവിടെ 5,227 പേരാണ് പത്രിക സമർപ്പിച്ചത്. ഇങ്ങനെ ഇതോടുകൂടി തന്നെ സൂക്ഷ്മ പരിശോധനകളെല്ലാം നടന്നതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രവും ഏകദേശം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇനി തദ്ദേശ പോരിലേക്കാണ് കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കുകയും ചെയ്യും. ഈ സൂക്ഷ്മ പരിശോധനകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പത്രിക പിൻവലിക്കാനുള്ള തീയതി അത് തിങ്കളാഴ്ചയാണ്. ഈ തിങ്കളാഴ്ചയോടുകൂടി തന്നെ പത്രിക പിൻവലിക്കാനുള്ള അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ സ്ഥാനാർത്ഥികൾക്കെല്ലാം വലിയ രീതിയിലുള്ള പോരും പോരാട്ടവും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഈ വർഷത്തെ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു പ്രചരണത്തിൻ്റെ അടക്കം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും ഇനി ഉണ്ടാകുക. ആ പത്രിക സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് സൂക്ഷ്മ പത്രിക പരിശോധന അടക്കം നടന്നിരിക്കുന്നത്. വിഷ്ണു. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.